ഹായ്, നമസ്കാരം. കഴുത നല്ലൊരു മൃഗമാണ്. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടവുമാണ്. ഇന്ന് നമ്മൾ കഴുതകളെ 3 തരത്തിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഇതിൽ ഏത് തരം കഴുതയാണ് നമ്മൾ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഈ കഴുതയെ ഉദാഹരണമായിട്ട് എന്തിന് എടുക്കുന്നു? കവി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ 2 വരികളുണ്ട്. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഇതിന്റെ അർത്ഥം എന്താണ്? പ്രധാനമായും നമ്മൾ കഴുതയെ ഭാരം ചുമക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെ? ഈ കഴുത വളരെ നല്ല മണമുള്ള കുങ്കുമമാണ് ചുവന്നുകൊണ്ട് നടക്കുന്നത്. പക്ഷെ കഴുതയ്ക്ക് ഈ കുങ്കുമത്തിന്റെ മണം പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ എന്റെ ജീവനം നോക്കിയാലും ചെറുപ്പകാലം, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്. പലപ്പോഴും നമ്മൾ ആ ദൈവീക ചൈതന്യത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്നു. ഞാനാണെല്ലാം എന്നുള്ള രീതിയിൽ. ശരിക്കും ഈ പൂന്താനം പറഞ്ഞ ഈ കഴുതയെ പോലെ ശരിയാണോ? നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കഴുതയിലൂടെ കടന്നു പോയിട്ടില്ലേ? നമ്മളിൽ പലരും ഇപ്പോഴും ഇങ്ങനത്തെ ഒരു കഴുതയായിരിക്കാം. രണ്ടാമത്തെ തരം കഴുത, ആ കഴുതയ്ക്ക് കുങ്കുമത്തിന്റെ മണം ലഭിച്ചു തുടങ്ങി. അതായത് ഒരു ദൈവീക ചൈതന്യം ഉണ്ടെന്ന് അനുഭവപ്പെട്ടു തുടങ്ങി. ജീവിതത്തിന്റെ പ്രശ്നങ്ങളാകാം, അറിവ് വർദ്ധിച്ചതുകൊണ്ടാകാം, പല പല പ്രഭാഷണങ്ങൾ കേട്ടതോ, പല പല ഗുരുക്കന്മാരെ കണ്ടതോ ഒക്കെ ആകാം. ഇങ്ങനെ ഒരു ചൈതന്യം ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി. പക്ഷേ ഈ കഴുതയ്ക്ക് ഈ മണം എവിടുന്ന് വരുന്നു എന്നറിയില്ല. താൻ തന്നെയാണ് അതെന്ന് ഉള്ള തിരിച്ചറിവില്ല. അപ്പൊ ഈ കഴുത ഈ മണത്തിന് വേണ്ടി സകലിടവും ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഇത് ശരിയാണോ? ഇനി ആദ്യത്തെ കഴുതയും ഒരു നാൾ മരിക്കും, രണ്ടാമത്തെ കഴുതയും ഒരു നാൾ മരിക്കും. 2 കഴുതയും ജനിച്ചു, മരിച്ചു. എന്ത് വ്യത്യാസം ഈ 2 കഴുതകളിൽ? രണ്ടാമത്തെ കഴുതയ്ക്ക് ഒരു വിശ്വാസമുണ്ട്, അങ്ങനെ ഒരു ചൈതന്യമാണ് നമ്മളെ നയിക്കുന്നത് എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. 2 പേരും മരിച്ചു. അപ്പൊ ആ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? കുറെ സ്റ്റഡീസിൽ കണ്ടെത്തിയത് ഈ വിശ്വാസമുള്ള കഴുത ഒരു 4 മുതൽ 10 വർഷം വരെ കൂടുതൽ ജീവിക്കും എന്ന്. കാരണം ആ ഒരു വിശ്വാസം ജീവിതത്തിൽ കൂടുതൽ ധൈര്യം നൽകുന്നു, പ്രശ്നങ്ങൾ നേരിടാനുള്ളൊരു കഴിവ് നൽകുന്നു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ പൂന്താനത്തിന്റെ ആദ്യത്തെ കഴുതയിൽ നിന്നും രണ്ടാമത്തെ കഴുതയുടെ അവസ്ഥയിലേക്ക് എത്തണ്ടേ? ഇനിയാണ് മൂന്നാമത്തെ കഴുത. ആ കഴുതയ്ക്ക് മനസ്സിലായി തുടങ്ങി ഈ ഗന്ധം, ഈ അനുഭൂതി, ആ ചൈതന്യം ഞാൻ തന്നെയാണെന്ന്. ഇതും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതിനുള്ള പ്രക്രിയകൾ ധാരാളം നമുക്കുണ്ട്. ദിവസവും അല്പസമയം നമുക്ക് ഇതിനായിട്ട് ചെലവിട്ടാൽ മാത്രം മതി. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലായി തുടങ്ങും നമ്മൾ തേടിക്കൊണ്ട് നടന്നിരുന്ന ആ ചൈതന്യം നമ്മൾ തന്നെയാണെന്ന്. ഇതാണ് ഇന്നത്തെ കഥ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവരുമായി ഇത് പങ്കുവെക്കുക. പിന്നെ നിങ്ങളുടെ ഈ 3 തരത്തിലുള്ള കഴുതകളെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് സെക്ഷനിൽ ഇടുക. ഇനി എന്റെ ചോദ്യം, മൂന്നാമത്തെ കഴുതയും മരിക്കും. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ മൂന്നാമത്തെ കഴുതയുടെ മരണത്തിൽ എന്ത് വ്യത്യാസം? ഇതാണ് ഇന്നത്തെ ചോദ്യം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. നമസ്കാരം.